IDF തെക്കൻ ലെബനനിലെ ജനറൽ സ്റ്റാഫ് ചീഫ് ഈ പ്രദേശം തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളുടെ മേഖലയായി മാറുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് ദൗത്യം, മറിച്ച് ഒരു സുരക്ഷിത മേഖലയായി തുടരുന്നു. തിങ്കളാഴ്ച ചീഫ് ജനറൽ സ്റ്റാഫിൻ്റെ LTG ഹെർസി ഹെലൈവി നോർത്തേൺ കമാൻഡിൽ ഒരു സാഹചര്യ വിലയിരുത്തൽ നടത്തുകയും വടക്കൻ കമാൻഡിംഗ് ഓഫീസറുമായി തെക്കൻ ലെബനൻ മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയും ചെയ്തു. കമാൻഡിംഗ് MGO ഗോഡിൻ 99-ാം ഡിവിഷനിലെ കമാൻഡിംഗ് ഓഫീസർ BG ഷെയ്ഖ് ക്ലാപ്പർ കൂടാതെ അനവധി കമാൻഡർമാർ. ഇന്ന് ഞങ്ങൾ തെക്കൻ ലെബനോനിൽ കമാൻഡർമാരുമായി പെട്രോളിംഗ് നടത്തുകയാണ്. ഞങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ നിർത്തി ഹിസ്ബുള്ളയ്ക്കെതിരായ പോരാട്ടത്തിൽ നടത്തിയ സമഗ്ര പ്രവർത്തനങ്ങൾ കാണുകയും ചെയ്തു. നിരവധി ഭീകരരെ ഇല്ലാതാക്കി. എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ വലിയ തോതിലുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തു ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ലെബനനിലെ ആഴമേറിയ ഗ്രാമങ്ങളിൽ നാം കാണുന്ന ഇതാണ്. ഇവിടെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ ആദ്യ സർക്കിളിൽ പ്രവർത്തകരില്ല. ഇവിടെയുള്ളത് നശിപ്പിച്ചു. വെടിനിർത്തൽ നിലനിർത്തുന്നതിൽ IDF സേന വളരെയേറെ ശ്രദ്ധാലുക്കളാണ്. ഇവിടെ നിന്നും തെക്കോട്ട് വടക്കൻ ഇസ്രയേൽ കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കുമ്പോൾ ഈ പ്രദേശം തീവ്രവാദ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ മേഖലയായി മാറാതെ സുരക്ഷിത മേഖലയായി തുടരുന്നുവെന്ന് ഉറപ്പാക്കലാണ് ലക്ഷ്യം. IDF ഇവിടെ വളരെ സമഗ്രമായും വളരെ പ്രൊഫഷണലായും പ്രവർത്തിക്കുന്നു. ഈ മേഖലയിലെ പോരാട്ടത്തിന് വിശാലമായ പ്രത്യാഘാതങ്ങളുണ്ട്. ഇവിടെ ശക്തമായ നിലയുറപ്പിച്ച ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഏൽക്കേണ്ടി വന്നത്. ഏത് അതിർത്തിയിലും ഏത് ഭീഷണിയും നേരിടാൻ IDFന് കഴിയും. ഇത് ഗാസ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇസ്രയേൽ രാജ്യത്തിനടുത്തും കൂടുതൽ വിദൂര പ്രദേശങ്ങളിലും ഞങ്ങൾ രണ്ട് മുന്നണികൾ പോരാടി. ഞങ്ങൾ വളരെ നിശ്ചയദാർഢ്യത്തോടെ പോരാടുന്നത് തുടരുന്നു. ഇവിടെയുള്ള സൈന്യങ്ങളും ഗാസയിലുള്ളവരും യഹൂദയിലും സമരിയയിലും തീവ്രവാദത്തിനെതിരെ പോരാടുന്നവരും വളരെയധികം പ്രചോദിതരാണ്. ഞങ്ങൾ പ്രൊഫഷണലായും നിശ്ചയദാർഢ്യത്തോടെയും പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ അവർ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലാക്കും.